Hi everyone. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് IND 38 ഓൺ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ബേസിക്കലി നമ്മളുടെ AS 26 പണ്ട് പഠിച്ചതിനൊക്കെ സിമിലർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുക. ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ആ ഒരു വ്യത്യാസത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു IND 38 പ്രൊവിഷൻസ് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയാൽ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, അതിൻ്റെ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ്, പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ, ഡീ റെക്കഗ്നിഷൻ, ഇൻ ബിറ്റ്വീൻ അമോർട്ടൈസേഷൻ, റീവാലുവേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എല്ലാ ഗൈഡൻസും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പറയുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ സ്കോപ്പ് നോക്കിയാൽ ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ബൈ ഓൾ എൻറ്റിറ്റീസ് അക്കൗണ്ടിങ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യണം. എക്സെപ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കവേർഡ് ബൈ അനദർ സ്റ്റാൻഡേർഡ്. ഫോർ എക്സാമ്പിൾ ഗുഡ്വിൽ എന്ന് പറയുന്ന ഐറ്റം, ഗുഡ്വിൽ, അക്വയർഡ് ഗുഡ്വിൽ നമ്മൾ IND 103 ഓൺ ബിസിനസ് കോമ്പിനേഷൻ പ്രകാരമാണ് അക്കൗണ്ട് ചെയ്യുന്നത്. സോ അവിടെ ആ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരും. അതും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള എലമെൻ്റ് ആണ്. അപ്പം ആ ഒരു സംഭവത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ വരും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ റിക്വയർമെൻറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ മാത്രമാണ് ഈ സ്റ്റാൻഡേർഡിൻ്റെ റിക്വയർമെൻറ്റ്. ദെൻ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ ആണ്, ബട്ട് സ്റ്റിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് IND 32, 107, 109 ഉണ്ട്, അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഇവാലുവേഷൻ അസറ്റ്സ് IND 109 ഉണ്ട്, 106 ഉണ്ട്, നമ്മളുടെ സിലബസിലില്ല. ദെൻ എക്സ്പെൻഡിച്ചർ ഓൺ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ, മിനറൽ ഓയിൽസ്, നാച്ചുറൽ ഗ്യാസ് ആൻഡ് അതർ നോൺ റീജനറേറ്റീവ് നാച്ചുറൽ റിസോഴ്സസ്, അതിന് വേണ്ടിയുള്ളത് അതും ഈ സ്റ്റാൻഡേർഡിൻ്റെ പെറിയിൽ നിന്ന് ഔട്ട് സൈഡാണ്. ഇനി റൈറ്റ്സ് അണ്ടർ ലൈസൻസിങ് എഗ്രിമെൻറ്റ് ഫോർ ഐറ്റംസ് സച്ച് ആസ് മോഷൻ പിക്ചേഴ്സ്, വീഡിയോ റെക്കോർഡിംഗ്സ്, പ്ലേസ്, മാനുസ്ക്രിപ്റ്റ്സ്, പേറ്റൻസ്, കോപ്പിറൈറ്റ്സ് ആർ വിത്തിൻ ദി സ്കോപ്പ് ഓഫ് ദിസ് ആർ എക്സെട്ര ആർ വിത്തിൻ ദി സ്കോപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ്. സോ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആ ഒരു സംഭവം. നമ്മളിപ്പോൾ ഒരു നമ്മളെ ആമസോൺ പ്രൈം അവർ ദൃശ്യം 2 എന്ന് പറയുന്ന മൂവിയുടെ റൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനത്തെ സംഭവം വന്നാൽ ആ ലൈസൻസിങ് അസെറ്റ് ആ ആമസോൺ പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കീഴിലാണ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മീനിങ് ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. മീനിങ് ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്താണെന്ന് നോക്കാം. സോ സ്റ്റാൻഡേർഡ് പറയുന്നു ഇൻടാഞ്ചിബിൾ അസെറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയബിൾ നോൺ മോണിറ്ററി അസെറ്റ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഐറ്റമാണ് ഐഡൻറ്റിഫയബിൾ. സോ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഐഡൻറ്റിഫയബിലിറ്റി? ഒരു അസെറ്റ് ഐഡൻറ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി that intangible asset is clearly distinguishable from goodwill. Okay, ഇത് ഗുഡ്വില്ലിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. ക്ലിയർലി ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഗുഡ്വിൽ ആയിരിക്കണം. ഇനി അതെപ്പോഴാവുക? എയ്തർ ദാറ്റ് ഈസ് ബീയിങ് സെപ്പറബിൾ, ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് സെപ്പറേറ്റഡ് ആൻഡ് സോൾഡ് ഓർ ട്രാൻസ്ഫർഡ് എക്സെട്ര റിഗാർഡ്ലെസ് ഓഫ് വെദർ ദി എൻറ്റിറ്റി ഇൻറ്റൻസ് ടു ഡു സോ, ഓർ ഇഫ് ദിസ് അറൈസസ് ഫ്രം എ കോൺട്രാക്ച്വൽ ഓർ ലീഗൽ റൈറ്റ്സ്. ഒന്നുകിൽ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീങ് സോൾഡ്, കേപ്പബിൾ ഓഫ് ബീങ് സെപ്പറേറ്റഡ് ആൻഡ് സോൾഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ഓർ ലീഗൽ റൈറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഐഡൻറ്റിഫയബിൾ ഫ്രം ഗുഡ്വിൽ എന്ന് പറയാൻ പറ്റുക. എങ്കിൽ മാത്രമേ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യുള്ളൂ. സെക്കൻഡ്ലി ഇറ്റ് ഷുഡ് ബി എ നോൺ മോണിറ്ററി അസറ്റ്. ദാറ്റ് ഈസ് മോണിറ്ററി ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് വിച്ച് വിൽ ബി സെറ്റിൽഡ് ഇൻ ഫിക്സഡ് ഓർ ഡിറ്റർമൈനബിൾ എമൗണ്ട് ഓഫ് യൂണിറ്റ് ഓഫ് കറൻസി, അതിനെയാണ് മോണിറ്ററി ഐറ്റം എന്ന് പറയാൻ. ഇത് നോൺ മോണിറ്ററി ഐറ്റം ആയിരിക്കണം. അത് സ്റ്റാൻഡേർഡ് പറഞ്ഞു വെക്കുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് ഷുഡ് ബി എൻ അസെറ്റ്. സോ an entity controls an asset if the entity has the power to obtain future economic benefit flowing from the underlying resource and also can restrict access of others to those benefits. അപ്പം ഈ സംഭവം, ഈ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ പുട്ട് ചെയ്യുന്നത് എൻഫോഴ്സിബിൾ ഇൻ കോർട്ട് ഓഫ് ലോ ആവാം, ആവാതിരിക്കാം. ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ് ഉള്ള ഒരു അസറ്റ് കൂടിയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. പക്ഷേ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് ക്ലാരിഫിക്കേഷൻസ് കൂടി സ്റ്റാൻഡേർഡ് തരുന്നുണ്ട്. ചിലപ്പം ചില ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒരു ഫിസിക്കൽ സബ്സ്റ്റൻസിലായിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ദാറ്റ് മേ ബി കണ്ടെയ്ൻഡ് ഇൻ CD, ഡിജിറ്റൽ സിഗ്നേച്ചർ ദാറ്റ് വിൽ ബി കവേർഡ് ഇൻ എ ടോക്കൺ. അങ്ങനെ ഉള്ള നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള സംഭവം ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫിസിക്കൽ സബ്സ്റ്റൻസിലായിരിക്കും. ആ ഫിസിക്കൽ സബ്സ്റ്റൻസ് ടാഞ്ചിബിൾ ഇൻ നേച്ചർ ആണെങ്കിലും ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ പാർട്ടായിട്ട് അതിനെ കൺസിഡർ ചെയ്യണം. ഇനി ചിലപ്പം ചില അസറ്റിൽ ബോത്ത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എലമെൻറ്റ്സ് ഇൻസെപ്പറബിൾ ആയിരിക്കണം. അപ്പോൾ അവിടെ ജഡ്ജ്മെൻറ്റ് ആവശ്യമാണ്.
ഫോർ എക്സാമ്പിൾ നമുക്കൊരു സോഫ്റ്റ്വെയർ ഫോർ എ കമ്പ്യൂട്ടർ that cannot operate without that specific software that is an integral part of hardware and treated as PPE. For example, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതില്ലാതെ വർക്ക് ചെയ്യാനായിട്ട് ആ ലാപ്ടോപ്പിന് പറ്റില്ല, PPEക്ക് പറ്റില്ല. അപ്പോൾ ആ PPEനെ പ്രസന്റ് ലൊക്കേഷൻ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ആണ്, ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദാറ്റ് ഹാർഡ്വെയർ ആണ്. അപ്പോൾ അങ്ങനത്തെ കോസ്റ്റ് PPEയുടെ പാർട്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഇനി when a software is not an integral part of related hardware, computer software is treated as intangible asset. Office package that we are using, അതെന്താണ്, അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അത് പക്ഷേ ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ചെയ്യും. നമ്മളുടെ ചില സ്പെസിഫിക് നീഡ് നടക്കില്ല എന്നേ ഉള്ളൂ, കമ്പ്യൂട്ടർ വിൽ ഫംഗ്ഷൻ. അപ്പോൾ അത് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് റിലേറ്റഡ് ഹാർഡ്വെയർ അല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആക്കും. ഇനി റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് പ്രോബിൾ ദാറ്റ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഇസ് അട്രിബ്യൂട്ടബിൾ ടു ദിസ് അസറ്റ് വിൽ ഫ്ലോ ടു ദി എൻറ്റിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ദി അസറ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ മെഷർമെൻറ്റ് ഇവിടെയും കോസ്റ്റിൽ തന്നെയാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് അക്വയർഡ് സെപ്പറേറ്റ്ലി ആണെങ്കിൽ കോസ്റ്റ് പർച്ചേസ് പ്രൈസ് പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് അതർ ദാൻ ദോസ് റിക്കവറബിൾ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ആഡ് ചെയ്യും. ഇനി ട്രേഡ് ഡിസ്കൗണ്ട് റിബേറ്റ്സ് എന്തെങ്കിലും കിട്ടിയാൽ കുറയ്ക്കുകയും ചെയ്യും. ഇനി എക്സാമ്പിൾസ് ഓഫ് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ആണ് എംപ്ലോയി ബെനിഫിറ്റ് അറൈസിംഗ് ഡയറക്ട്ലി ഫ്രം ബ്രിങ്ങിംഗ് ദി അസറ്റ് ടു വർക്കിംഗ് കണ്ടീഷൻ, പ്രൊഫഷണൽ ഫീസ് ഫോർ ബ്രിങ്ങിംഗ് ദി അസറ്റ് ടു വർക്കിംഗ് കണ്ടീഷൻ, കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ്. ഇനി ചില കോസ്റ്റിനെ ഇവർ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ക്യാപിറ്റലൈസേഷൻ ഷുഡ് സീസ് വെൻ ഇറ്റ് ഈസ് ഇൻ ദി കണ്ടീഷൻ ഫോർ ഇറ്റ് ടു ബി കേപ്പബിൾ ഓഫ് ഓപ്പറേറ്റിംഗ് ദി മാനർ ഇൻറ്റൻഡഡ് ബൈ ദി മാനേജ്മെൻറ്റ്. അപ്പം അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ന്യൂ ഫെസിലിറ്റീസ് സച്ച് ആസ് ഇനാഗുറേഷൻ എക്സ്പെൻസ്, cost of introducing a new product or service, cost of advertising, promotional activity, etc., cost of conducting business in a new location or with a new class of customers, including cost of staff training, administrative overhead, ഇതൊക്കെ ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കോസ്റ്റ് ഇൻകേർഡ് ഇൻ യൂസിങ് used in redeploying the intangible asset, cost incurred while item is capable of operating in the manner intended by the management but has not yet brought to use, initial operating losses such as those when the demand for the products builds up, ഇതൊക്കെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റ് ഡെഫേർഡ് ക്രെഡിറ്റ് ടേംസിലാണെങ്കിൽ ക്യാഷ് പ്രൈസ് ഈക്വലൻറ്റ് മാത്രമേ എടുക്കാവുള്ളൂ. ഡിഫറൻസ് IND-AS 23 പ്രകാരം നമ്മൾ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ഒരു ബിസിനസ് കോമ്പിനേഷൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ ഒരു ഇൻറ്റാഞ്ചിബിൾ അസറ്റിനെ അക്വയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ബിസിനസ് കോമ്പിനേഷനിൽ ഫെയർ വാല്യൂയിൽ, അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂവിലായിരിക്കണം ഇത് അക്കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡേറ്റിൽ ഏതൊക്കെയാണോ സെപ്പറേറ്റബിൾ ഫ്രം ഗുഡ് വിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ, ഐഡൻറ്റിഫയബിൾ ആണോ എങ്കിൽ നേരെ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യും. വെദർ ഓർ നോട്ട് ഇറ്റ് ഈസ് ബീൻ അക്കൗണ്ടഡ് ബൈ ദി അക്വയറി. അക്വയറിയുടെ ബുക്സിൽ ആസറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കില്ല. നമ്മൾ ഐഡൻറ്റിഫയബിൾ ആണ്, സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ഫ്രം ഗുഡ് വിൽ ആണ്, അതിൻ്റെ ഫെയർ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാധനത്തിനെ അക്കൗണ്ട് ചെയ്യും. അപ്പം ചിലപ്പം ഒരു റിസർച്ച് പ്രോജക്റ്റ് ഉണ്ട്, അത് ഇൻ പ്രോഗ്രസ് ആണ്, അതിനൊരു ഐഡൻറ്റിഫയബിൾ ആണ്, അതിന് ഫെയർ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ സാധനം ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ബിസിനസ് കോമ്പിനേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ എടുക്കും. ഇനി അക്വിസിഷൻ ബൈ വേ ഓഫ് ഗവൺമെൻറ് ഗ്രാൻഡ് ആണെങ്കിൽ അവിടെ ഗവൺമെൻറ് ഗ്രാൻഡ് IND-AS 20 പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആവും. എക്സ്ചേഞ്ച് ഓഫ് അസറ്റ് ആണെങ്കിൽ ഫെയർ വാല്യൂ അൺലെസ് ദി എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ലാക്സ് കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് or the fair value of asset received or fair value of assets given up cannot be measured reliably. നമ്മൾ IND-AS 16 കണ്ട സെയിം പ്രൊവിഷൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. സോ എക്സ്ചേഞ്ച് ഓഫ് അസറ്റ്. ദെൻ ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വിൽ അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് സ്റ്റാൻഡേർഡ് പറയുന്നു. ബിക്കോസ് അവിടെ ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള റിസോഴ്സ്, നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു റിസോഴ്സ് ഇല്ല, അതിൻ്റെ കോസ്റ്റ് റിലയബിളി മെഷർ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ്. ഇനി ഇന്റേണലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റാഞ്ചിബിൾ അസറ്റ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഗൈഡൻസ് ആയിരുന്നു. അതിൻ്റെ റെക്കഗ്നിഷൻ ആസ്പെക്ട് വരുമ്പോൾ രണ്ട് ഫേസ് ആയിട്ട് ഇതിനെ അവർ തിരിക്കുവാണ്. ഒന്ന് റിസർച്ച് ഫേസ്, രണ്ട് ഡെവലപ്മെൻറ്റ് ഫേസ്. റിസർച്ച് ഫേസിൽ ഒറിജിനൽ ആൻഡ് പ്ലാൻഡ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർടേക്കൺ വിത്ത് പ്രോസ്പെക്ട് ഓഫ് ഗെയിനിങ് ന്യൂ നോളജ് ഓർ ഇൻഫർമേഷൻ ആവും. സോ ഫോർ എക്സാമ്പിൾ കോവിഡ് വന്നപ്പം കോവിഡിൻ്റെ വാക്സിന് വേണ്ടി പല ഫാർമ കമ്പനീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പൈസ മുടക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് റിസർച്ച്. സോ അവിടെ നമുക്ക് ഇൻറ്റാഞ്ചിബിൾ അസറ്റിൽ നിന്നൊരു റിസർച്ച് ഉണ്ടാവുമെന്ന് പറയാം, റിസർച്ചിൽ നിന്നൊരു ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. ബിക്കോസ് ദർ ഈസ് അൺസർട്ടനിറ്റി, പ്രോജക്റ്റ് ഫെയിൽ ആവാം, സക്സസ്ഫുൾ ആവാം, എന്ത് വേണമെങ്കിലും വരാം. സോ അവിടെ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ ആണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എക്സ്പെൻഡിച്ചർ ഓൺ റിസർച്ച് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസ് വെൻ ഇറ്റ് ഈസ് ഇൻകേർഡ്. ഇനി റിസർച്ച് സക്സസ്ഫുൾ ആയി അതിനുശേഷം വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്, ആ സ്റ്റേജിനെയാണ് ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറയുക. അത് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓർ യൂസിന് വേണ്ടി റെഡിയാക്കാൻ വേണ്ടി വരുന്ന,
ആപ്ലിക്കേഷൻ ഓഫ് ഫൈൻഡിങ്സിനെ അതുവരെ വരുന്ന ആ കോസ്റ്റാണ് അവിടെ വരുന്നത്. അവിടെ ഒരു 6 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ 6 കണ്ടീഷൻ ബേസിക്കലി മീറ്റ് ചെയ്താലാണ് നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക. സോ 6 കണ്ടീഷനിൽ ആദ്യത്തെ 5 എണ്ണം ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ ആണെന്നും 6ാമത്തെ കോസ്റ്റ് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുമാണ് നോക്കുന്നത്. സോ ഒന്ന് ടെക്നിക്കൽ ഫീസിബിലിറ്റി ടു കംപ്ലീറ്റ് ദി ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടാവണം, ഇന്റൻഷൻ ടു കംപ്ലീറ്റ് ദി ഇൻടാഞ്ചിബിൾ അസറ്റ് ഓർ യൂസ് ഓർ സെൽ ഇറ്റ് വേണം, എബിലിറ്റി ടു യൂസ് ഓർ സെൽ ദി അസറ്റ് ഉണ്ടാവണം, how the intangible asset will generate future economic benefit വരണം, availability of adequate technical, financial or other resources to complete the development ഉണ്ടാവണം, ability to measure the expenditure attributable to the intangible asset during the development reliably. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവണം. ദാറ്റ് ഈസ് ഈ 6 കണ്ടീഷനും മീറ്റ് ചെയ്താൽ അന്ന് മുതലുള്ള എക്സ്പെൻസ് ക്യാപിറ്റലൈസ് ചെയ്യാം. ദെൻ ഓരോ ഇയർ എൻഡിലും നമ്മൾ IND-AS 36 പ്രകാരം അത് റെഡി ആവുന്നത് വരെ നമ്മൾ ഇമ്പയർമെൻറ്റ് ടെസ്റ്റിൻ്റെ സംഭവങ്ങളും നടത്തിക്കൊണ്ടിരിക്കണം. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടി അവർ പറയുന്നു, ഇന്റേണലി ജനറേറ്റഡ് വരുമ്പം റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് മുതലുള്ള എക്സ്പെൻസ് എടുക്കാൻ പാടുള്ളൂ. റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസ് ഇൻ പ്രീവിയസ് ആനുവൽ പീരിയഡ്സ് ഓർ ഇന്ററിം പീരിയഡ് ഈസ് പ്രൊഹിബിറ്റഡ്. ഇനി കോസ്റ്റിൽ നമ്മളുടെ എക്സ്പെൻഡിച്ചർ ഓൺ മെറ്റീരിയൽസ് ഓർ സർവീസസ് യൂസ്ഡ് വരും. കോസ്റ്റ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ് ഫ്രം ജനറേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വരും. Then any expenditure that is directly attributable to generating the assets such as registers, legal fee, amortization of patent etc. വരും. ഇനി ഇതിൽ വരാത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അതർ ജനറൽ ഓവർഹെഡ് അൺലെസ് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു ദാറ്റ്, ക്ലിയർലി ഐഡന്റിഫൈഡ് ഇൻഎഫിഷ്യൻസീസ് വരില്ല, എക്സ്പെൻഡിച്ചർ ഓൺ ട്രെയിനിങ് ദി സ്റ്റാഫ് ടു ഓപ്പറേറ്റ് ദി അസറ്റ് വരില്ല. ഇനി ഇന്റേണൽ പ്രോഫിറ്റ് ഒന്നും അവിടെ ജനറേറ്റ് ചെയ്യാനും പാടില്ല. ഇതാണ് നമ്മളുടെ ഒരു ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടെങ്കിൽ പറയുക. ഇനി സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കലി വേറൊരു കാര്യം കൂടി പറയുന്നു, എക്സ്പെൻഡിച്ചർ ഓൺ ഐറ്റംസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസ് വെൻ ഇറ്റ് ഈസ് ഇൻകേർഡ് unless it form part of intangible asset needs recognition criteria or it is acquired in a business combination cannot be recognized as intangible asset. ആ കേസിൽ ഗുഡ് വില്ലിലേക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് ആയിരിക്കും ആ എമൗണ്ട് പോകുക. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, അത് അതിനുവേണ്ടിയുള്ള എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിക് പ്ലേസ് P&L ആണെന്ന് പറയുക. ഇനി അവിടെ നിന്ന് റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ ഇൻടാഞ്ചിബിൾ അസറ്റിലേക്ക് വരും. ഇല്ലെങ്കിൽ ഒരു ബിസിനസ് കോമ്പിനേഷൻ്റെ പാർട്ടാണ് P&L പോകില്ല, ഗുഡ് വില്ലിൻ്റെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് പോകും. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് കൊണ്ട് എക്സ്പെൻഡിച്ചർ ഓൺ റിസർച്ച് നമുക്ക് എന്താണ് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റാർട്ടപ്പ് ആക്ടിവിറ്റി, പ്രിലിമിനറി എക്സ്പെൻസ്, പ്രീ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ഒന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻഡിച്ചർ ഓൺ ട്രെയിനിങ്, അഡ്വർടൈസ്മെന്റ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻഡിച്ചർ ഓർ റീലൊക്കേറ്റിംഗ് ഓർ റീഓർഗനൈസിങ് പാർട്ട് ഓർ ഓൾ ഓഫ് ദി ഓപ്പറേഷൻസ് അത് വരത്തില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊഹിബിറ്റഡ് ആവും. ഈ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇനി അടുത്തതാണ് സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ്. സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് വരുമ്പം അൺലൈക്ക് AS 26 IND-AS 38 അലോസ് ബോത്ത് കോസ്റ്റ് മോഡൽ ആൻഡ് റീവാലുവേഷൻ മോഡൽ. AS 26 നിങ്ങൾ പണ്ട് നോക്കിയാൽ അറിയാം, റീവാലുവേഷൻ മോഡൽ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ റീവാലുവേഷൻ മോഡലും ഉണ്ട്, കോസ്റ്റ് മോഡലും ഉണ്ട്. സോ റീവാലുവേഷൻ മോഡൽ ഫോളോ ചെയ്താൽ ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഫോർ എൻറ്റയർ ക്ലാസ്. ഇനീഷ്യലി കോസ്റ്റിൽ അക്കൗണ്ട് ചെയ്തതിൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം ഇങ്ങനെ ഒരു പ്രൊവിഷൻ കിടക്കുന്നതുകൊണ്ട് ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വില് റീവാലുവേഷൻ മോഡൽ വെച്ചിട്ട് എനിക്ക് റീവാല്യൂ ചെയ്ത് അക്കൗണ്ട് ചെയ്യാമല്ലോ എന്നുള്ള പോസിബിലിറ്റിയും അവിടെ അടയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനീഷ്യലി കോസ്റ്റിൽ അക്കൗണ്ട് ചെയ്ത ഐറ്റത്തിൽ മാത്രമാണ് റീവാലുവേഷൻ പെർമിറ്റഡ് ആയിട്ടുള്ളാവുക. സഫീഷ്യൻറ്റ് റെഗുലാരിറ്റി നമ്മൾ ഇത് ചെയ്യണം. വോൾട്ടാലിറ്റി ഇൻ ഫെയർ വാല്യൂ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഫ്രീക്വൻസി എപ്പോഴാണ് സെറ്റ് ചെയ്യണം. ദെൻ ആക്റ്റീവ് മാർക്കറ്റിൻ്റെ റെഫറൻസ് വെച്ചിട്ട് വേണം നമ്മൾ ഫെയർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒരെണ്ണം റീവാല്യൂ ചെയ്താൽ ബാക്കി അസറ്റ്സും റീവാല്യൂ ചെയ്യണം അൺലെസ് ദർ ഇസ് ആൻ ആക്റ്റീവ് മാർക്കറ്റ് ഫോർ ദിസ് അസറ്റ്. ഇനി റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസ് നമ്മളുടെ PPE സ്റ്റാൻഡേർഡിലെ സെയിം ആണ്, അത് തന്നെ നമ്മൾ നോക്കിയാൽ മതിയാവും. ഇനി അമോർട്ടൈസേഷൻ റിലേറ്റഡ് ആയിട്ട് വരുമ്പം ASൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഫൈനൈറ്റ് യൂസ്ഫുൾ ലൈഫ് ഉള്ള ഇൻടാഞ്ചിബിൾ അസറ്റിന് മാത്രമാണ് അമോർട്ടൈസ് ചെയ്യുക. ഇൻടാഞ്ചിബിൾ അസറ്റ് AS 26 അവർ പറയുന്നു അവിടെ ഒരു റിബട്ടബിൾ പ്രിസംപ്ഷൻ ഉണ്ടായിരുന്നു, യൂസ്ഫുൾ ലൈഫ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് വിൽ നോട്ട് എക്സീഡ് 10 years എന്ന്. അപ്പം അങ്ങനെ ഒരു റിബട്ടബിൾ പ്രിസംപ്ഷൻ വച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ഉള്ളതിൻ്റെ യൂസ്ഫുൾ ലൈഫ് 10 റെസ്ട്രിക്ട് ചെയ്തിട്ട് അമോർട്ടൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ IND-ASലേക്ക് വരുമ്പം ഫൈനൈറ്റ് യൂസ്ഫുൾ ലൈഫ് ഉള്ളത് മാത്രമാണ് അമോർട്ടൈസ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ അമോർട്ടൈസ് ചെയ്യുമ്പോഴും അതിന് there is no റിബട്ടബിൾ പ്രിസംപ്ഷൻ റിഗാർഡിങ് യൂസ്ഫുൾ ലൈഫ്, എത്ര വേണമെങ്കിലും യൂസ്ഫുൾ ലൈഫ് പോകാം. ഇനി അമോർട്ടൈസേഷനെ കുറിച്ച് അവർ പറയുന്ന ഇതാണ്, ഇറ്റ് ഈസ് ദി അലോക്കേഷൻ ഓഫ് ഡിപ്രീഷിയബിൾ എമൗണ്ട് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് വിത്ത് ഫൈനൈറ്റ് യൂസ്ഫുൾ ലൈഫ് ഓൺ എ സിസ്റ്റമാറ്റിക് ബേസിസ് ഓവർ ദി ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് യൂസ്ഫുൾ ലൈഫ്. ഡിപ്രീസിയേഷൻ നമ്മൾ അവിടെ കണ്ടതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആണ്.
കമൻസ് ചെയ്യേണ്ടത് അസറ്റ് ഇസ് അവൈലബിൾ ഫോർ യൂസ്, സെസേഷൻ വെൻ ഇറ്റ് സീസ് ടു ദി earlier of date on which it is classified as held for sale as per Ind AS 105 and the date on which asset is derecognized. ഇനി amortization method ഇവിടെയും should reflect pattern of future economic benefit. Then ഇവിടെ ഒരു റിബട്ടബിൾ പ്രിസംപ്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് inappropriate to use amortization method based on revenue generated by activity includes the use of intangible asset. നമ്മളുടെ സെയിൽസ് ഫിഗർ, സെയിൽസിൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളുടെ ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ അമോർട്ടൈസേഷൻ ചെയ്യാൻ പാടില്ല. ബിക്കോസ് റവന്യൂവിൻ്റെ ഫിഗറിനെ അതർ ഫാക്ടേഴ്സ് ലൈക്ക് കൺസംഷൻ, പ്രൈസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻറ്റാഞ്ചിബിൾ അസറ്റ് മാത്രമല്ല. ഇനി അമോർട്ടൈസേഷൻ മെത്തേഡ് എല്ലാ വർഷവും നമ്മൾ റിവ്യൂ ചെയ്യണം. അമോർട്ടൈസേഷൻ മെത്തേഡ് ചേഞ്ച് ചെയ്താൽ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. റെസിജ്വൽ വാല്യൂ ഇത് 0 ആയിട്ട് അസ്യൂം ചെയ്യാനാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്, അൺലസ് there is a commitment by third party to purchase the asset at the end, or there is an active market for the asset with reference to which we can determine the residual value, and it is probable that this market will exist at the time of after the useful life. അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ റെസിജ്വൽ വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. യൂഷ്വലി ഇറ്റ് വിൽ ബി അസ്യൂംഡ് ആസ് നിൽ. ഇനി യൂസ്ഫുൾ ലൈഫ് വരുമ്പം യൂസ്ഫുൾ ലൈഫ് നമുക്ക് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഫൈനൈറ്റ് ആണെങ്കിൽ ലെങ്ത്, നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഓർ സിമിലർ യൂണിറ്റ്സ്, അങ്ങനെ നമ്മൾ യൂസ്ഫുൾ ലൈഫ് കണ്ടുപിടിക്കും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ലൈഫ് ഓഫ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ദാറ്റ് അറൈസ് ഫ്രം കോൺട്രാക്ച്വൽ ഓർ അതർ ലീഗൽ റൈറ്റ് ഷാൽ നോട്ട് എക്സീഡ് ദി പീരിയഡ് ഓഫ് റൈറ്റ് ബട്ട് മേ ബി ഷോർട്ടർ ദാൻ സച്ച് പീരിയഡ് ഡിപ്പെൻഡിങ് ഓൺ ദി പീരിയഡ് ഓഫ് ഇറ്റ്സ് യൂസേജ്. ഇനി റിന്യൂവൽ ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് ഒന്നും ഇല്ലാതെ റിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ പീരീഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. അമോർട്ടൈസേഷൻ പീരീഡ്, റെസിജ്വൽ വാല്യൂ, ഇതും നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ റിവ്യൂ ചെയ്യണം. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഫ്രം പ്രീവിയസ് എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ട് കാണിക്കണം. ഇനി ഇൻറ്റാഞ്ചിബിൾ അസറ്റ് വിത്ത് ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് പറയുന്നു അതിനെ അമോർട്ടൈസ് ചെയ്യേണ്ട. വി ഷുഡ് ടെസ്റ്റ് ഇറ്റ് ഫോർ ഇമ്പയർമെൻറ്റ് ഓൺ ആനുവൽ ബേസിസ് ഓർ വെൻ എവർ ദർ ഇസ് എൻ ഇൻഡിക്കേഷൻ ഫോർ ഇമ്പയർമെൻറ്റ്. സോ ഇങ്ങനെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് വിത്ത് ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫും നമ്മളുടെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് വിച്ച് ആർ നോട്ട് എറ്റ് റെഡി ഫോർ യൂസും, ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ വർഷവും ഇമ്പയർമെൻറ്റ് ടെസ്റ്റിന്, ആനുവൽ ഇമ്പയർമെൻറ്റ് ടെസ്റ്റിന് വിധേയമാകും. ദെൻ ഇമ്പയർമെൻറ്റ് Ind AS 36 പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യണം. ഡീ റെക്കഗ്നിഷൻ ഡിസ്പോസ് ചെയ്യുമ്പോഴോ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യാത്തപ്പോഴോ ആണ് ഇത് ഡീ റെക്കഗ്നൈസ് ചെയ്യുക. വാട്ട് എവർ ബി ദി ഗെയിൻ ഓർ ലോസ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ടു പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് അതർ ഇൻകത്തിലേ പോകാൻ പാടുള്ളൂ. എമൗണ്ട്, ട്രാൻസാക്ഷൻ പ്രൈസ് Ind AS 115 വെച്ചിട്ട് കണ്ടുപിടിക്കണം. സോ ദീസ് ആർ ദി ഗൈഡൻസ് ഫോർ Ind AS 38. സോ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ Ind AS 40 ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.